സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഞാൻ വേറെ വരവരാതില്ല, തൂക്കിയെടു നിന്നെ ചെവരിലടി. ചെമ്പനൂർ പൂവ് പരമ്പരയ്ക്ക് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. നടി ഗോമതി പ്രിയയെ പുറത്താക്കിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ചെമ്പനൂർ പൂവ് റേറ്റിംഗിൽ വലിയ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയാണ് ചെമ്പനൂർ പൂവ് രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെടാമെന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചെമ്പനൂർ പൂവ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. 10 മാച്ചാണ് 14.6 റേറ്റിംഗ് നേടിയിരിക്കുന്നത്. ചെമ്പനൂർ പൂവിന് 14.3 മാത്രം റേറ്റിംഗ് ആണ്. ഗോമതി പ്രിയയുടെ പുറത്താക്കിയതിനു ശേഷം ഇതാദ്യമായാണ് പരമ്പര ഇങ്ങനെ താഴേക്ക് പതിക്കുന്നത്. റേറ്റിംഗിൽ വൻ തകർച്ച കഴിഞ്ഞ ഓരോ റേറ്റിംഗിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗോമതി പ്രിയ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും പരമ്പരയ്ക്ക് 2ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നില്ല. എപ്പോഴും 1ാം സ്ഥാനത്ത് തുടർന്നിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനൂർ. പുതിയ നടിയായിട്ടുള്ള റബേക്ക സന്തോഷ് വന്നതിന് ശേഷമാണ് പരമ്പര 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. അതിൽ ഗോമതി പ്രിയയുടെ ആരാധകരെ, അതുപോലെ പ്രേക്ഷകരെ തള്ളി പറഞ്ഞ പ്രൊഡ്യൂസർക്കടക്കം ഏറ്റവർ തിരിച്ചടിയാണ്. ചെമ്പനൂർ പൂവിന്റെ അണിയറ പ്രവർത്തകർക്കടക്കം ഏറ്റ വലിയൊരു തിരിച്ചടിയാണ് സീരിയലിന്റെ ഈ ഒരു തകർച്ച. ഗോമതി പ്രിയയുടെ പുറത്താക്കിന് ശേഷമാണ് പരമ്പരയ്ക്ക് ഇത്രയും വലിയൊരു തകർച്ച നേടിയത്. പ്രൊഡ്യൂസറുടെ ആത്മവിശ്വാസത്തിനടക്കം തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായാലും ചെമ്പനൂർ പൂവിന്റെ അണിയറ പ്രവർത്തകർക്കും വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്ന വൻ തകർച്ച. പ്രേക്ഷകരുടെ സാന്നിധ്യം കുറഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. പ്രേക്ഷകരുടെ പ്രതികരണം ഏഷ്യനെറ്റോ അണിയർ പ്രവർത്തകർ കേൾക്കാൻ തയ്യാറായില്ല. അതിന് ഏറ്റവും വലിയ രീതിയിൽ പ്രേക്ഷകർ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുകയാണ്. 10 മാച്ച് പരമ്പര 1ാം സ്ഥാനം പിടിച്ചുകൊണ്ട് ചെമ്പനൂർ പൂവ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇനി വരും ആഴ്ചകളിൽ പരമ്പര എത്രയൊക്കെ സ്ഥാനത്തേക്ക് തള്ളപ്പെടുമോ എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് പ്രേക്ഷകർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എങ്കിലും ചെമ്പനൂർ പൂവിൻ്റെ അണിയറകൾ ഒരിക്കൽ കൂടി ചിന്തിക്കാനൊരു അവസരം പ്രേക്ഷകർ കൊടുത്തിരിക്കുകയാണ്. ഇതിലെങ്കിലും മാറ്റം വരുത്താൻ പ്രവർത്തകർ താല്പര്യപ്പെട്ടില്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്കായിരിക്കും ചെമ്പനൂർ പൂവ് പരമ്പരയെ നയിക്കുക.